നമസ്തേ ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസങ്ങളിലുള്ള കടന്നുകയറ്റം തുടർന്ന് CPM വിശ്വാസങ്ങളെ അധിക്ഷേപിച്ച് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. വിഷ്ണുവിന്റെ അവതാരമാണ് പന്നിയെന്ന് വിശ്വസിക്കുന്നവരാണ് BJPക്കാർ. ചൈനയിൽ പാമ്പിനെ കഴിക്കുമ്പോൾ പാമ്പിനെയും കുരങ്ങിനെയും പൂജിക്കുന്നുവെന്ന വിചിത്രമായ രീതിയാണ് ഇവിടെയെന്നും പരിഹാസം. ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്നോ സഖാക്കളെ? ഈ ചോദ്യമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു, BJP നേതാവ് ശ്രീ PC ജോർജ്, സാമൂഹ്യ നിരീക്ഷകനായ പ്രൊഫസർ സ്റ്റാലി സെബാസ്റ്റ്യൻ എന്നിവരാണ് അതിഥികളായി ചേരുന്നത്. ഒപ്പം പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി CG ഉമേഷും ചേരുന്നു. ആദ്യം ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വന്യജീവി ശല്യത്തിനെതിരെ കോന്നി DFO ഓഫീസിലേക്ക് CPM സംഘടിപ്പിച്ച മാർച്ചിലാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയത്. ഈ കേരളത്തിൽ പതിയെ ശുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിന് ഇവിടെ RSSകാർ എതിരാണ്. അവർ പറയുന്നത് ഇത് മഹാവിഷ്ണുവിന്റെ അവതാരമാണല്ലോ, മൂന്നാമത്തെ അവതാരമാണ് പന്നി. ഈ ഹിരണ്യന്റെ അനുജൻ ഹിരണ്യകശിപു ഈ ഭൂമിയെ ചുരുട്ടി പായായി ചുരുട്ടി സമുദ്രത്തിൽ താത്തു. അങ്ങനെ സമുദ്രത്തിൽ താത്ത ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു പന്നിയുടെ അവതാരമെടുത്ത്, അങ്ങനെ പന്നിയുടെ അവതാരമെടുത്തിട്ട് ഭൂമിയെ ഈ പന്നിയുടെ തേറ്റ കൊണ്ട് കുത്തി സമുദ്രത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിച്ചു എന്നാണ് ഇവരുടെ വിശ്വാസം. വിഷ്ണുവിന്റെ അവതാരമായാണ് പന്നിയെ BJPക്കാർ വിശ്വസിക്കുന്നത്. പന്നി തേറ്റ കൊണ്ട് ഭൂമിയെ കടലിൽ നിന്ന് കുത്തിയെടുത്തു എന്നാണ് ഇക്കൂട്ടർ വിശ്വസിക്കുന്നത്. ഭൂമിയിലാണ് കടലെന്ന് ഇവർക്കറിയില്ലെന്നുമാണ് ഉദയഭാനുവിന്റെ പരാമർശം. ഇവിടെ കുരങ്ങിനെയും അതുപോലെ തന്നെ പന്നിയെയും, അതിലിവിടെ പാമ്പിനെ ആരാധിക്കുന്നു, ചൈനക്കാർ പാമ്പിനെ കഴിക്കുന്നു. എന്താണ് വിചിത്രമായ ഒരു രാജ്യമാണ് നമ്മുടെ, വിചിത്രമായ ഒരു രാജ്യം. ചൈനയിൽ പാമ്പിനെ കഴിക്കുമ്പോൾ ഇവിടെ പാമ്പിനെയും കുരങ്ങിനെയും പൂജിക്കുന്ന വിചിത്രമായ രീതിയാണുള്ളതെന്നും ഉദയഭാനു പറഞ്ഞു. CG ഉമേഷ്, ജനം, പത്തനംതിട്ട. ശ്രീ RV ബാബുവിലേക്ക്. ശ്രീ RV ബാബു, കോന്നിയിൽ വനം വകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് ജില്ലാ സെക്രട്ടറിയുടെ ഹൈന്ദവ അധിക്ഷേപം ഉണ്ടായിരിക്കുന്നത്. KP ഉദയഭാനുവിന്റെ CPM നേതാവിന്റെ ഇത്തരം പരാമർശങ്ങളെ എങ്ങനെ കാണുന്നു? തുടക്കത്തിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്രീ KP ഉദയഭാനു RSSനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിമർശനം തുടങ്ങിയത് എങ്കിലും വിമർശനം മുഴുവൻ ഹിന്ദുവിന്റെ വിശ്വാസങ്ങൾക്ക് നേരെയായിരുന്നു. എന്ന് വെച്ചാൽ ഇവര് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പറയാറുള്ള പോലെ ഇവരുടെ എതിർപ്പ് RSSനോടല്ല, ഹിന്ദുവിനോടാണ്, ഹിന്ദുവിന്റെ വിശ്വാസങ്ങളോടാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. RSSനെ എതിർക്കാനാണെങ്കിൽ RSSനെ പറഞ്ഞാൽ മതി, അല്ലാതെ RSS ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അടച്ചാക്ഷേപിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പൊ ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അവർക്കുള്ള RSS വിരോധം അത് ഹിന്ദുക്കളോടുള്ള വിരോധമാണ്, ഹിന്ദു വിശ്വാസങ്ങളോടും ആചാരങ്ങളോടുമുള്ള വിരോധമാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്. രണ്ട്, ഈ ഉദയഭാനു പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭാരതീയമായ ചിന്തകളെ, ഭാരതീയമായ സംസ്കാരത്തെ, ഭാരതീയമായ വിശ്വാസങ്ങളെ അതിനോടെല്ലാം തികഞ്ഞ പുച്ഛവും പരിഹാസവുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതപര്യന്തമുള്ള ചരിത്രം അവര് തുടങ്ങിയ കാലം മുതൽ ഭാരതീയ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ചരിത്രത്തെയും ഒക്കെ അപഹസിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അവരുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു വികാരം ഭാരത വിരുദ്ധ വികാരമാണ്. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വികാരം ഭാരതത്തിന്റെ സംസ്കാരത്തോടും ഭാരതത്തിന്റെ ആധ്യാത്മിക പൈതൃകത്തോടുമുള്ള തികഞ്ഞ പരിഹാസവും അധിക്ഷേപം നിറഞ്ഞ ചിന്താഗതിയുമാണ്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരർത്ഥത്തിലും അവിടെ ബന്ധപ്പെടാൻ സാധ്യതയില്ലെങ്കിലും വളഞ്ഞ വഴിയിലൂടെ ആ വിഷയത്തിലേക്ക് ഹിന്ദു വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കൊണ്ടുവന്ന് അതിനെ അധിക്ഷേപിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് തുടർന്നു വരികയാണ്. ഇപ്പോ ഗണപതി മിത്താണ് എന്ന ഒരു പരാമർശം നടത്തി ഷംസീർ കുറച്ച് നാളുകൾക്ക് മുൻപ്, അതുണ്ടാക്കിയ വലിയ വിവാദങ്ങളും കോലാഹലങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായി. എന്തുകൊണ്ടാണ് ഗണപതി മിത്താണ് എന്ന് പറഞ്ഞത്? മറ്റ് വിശ്വാസങ്ങൾ, ഇപ്പൊ അള്ളാഹു മിത്താണോ എന്ന് ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ അള്ളാഹു മിത്തല്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോ ഗണപതി മിത്താണെന്നും അള്ളാഹു മിത്തല്ലെന്നും പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവര് പുറമേക്ക് പറയും ഞങ്ങൾ
ഹിന്ദുത്വത്തെയാണ് എതിര്, ഹിന്ദുയിസത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹിന്ദുത്വവും ഹിന്ദുയിസവും തമ്മിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അതെല്ലാം ഒരേ കാര്യം തന്നെയാണ്. ബാബു, അത് തന്നെയാണ്. എന്തുകൊണ്ട് ഹൈന്ദവ വിശ്വാസത്തിന് നേർക്ക് മാത്രം ഇവർ കടന്നു കയറുന്നു എന്നത് വലിയ പ്രസക്തമാകുന്ന ഒരു ചോദ്യമാണല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പീക്കർ എം ഷംസീറിന്റെ മിത്ത് വിവാദ ഗണപതി വിവാദവും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ വലിയ കോലാഹലമാണ്, വലിയ വിമർശനങ്ങളാണ്, വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നത്. പക്ഷേ ഇപ്പോൾ KP ഉദയഭാനു അടക്കം നടത്തിയ ഇത്തരം പ്രസ്താവനകൾ ഇതൊക്കെയും ഹൈന്ദവരുടെ വികാരങ്ങളെ നോവിക്കാനുള്ള ഇവരുടെ ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹൈന്ദവ വിശ്വാസത്തിന് നേർക്ക് മാത്രം ഒരു കടന്നുകയറ്റം, അത് വളരെ ഗൗരവത്തോടെ നമ്മൾ വിലയിരുത്തേണ്ട ഒരു ചോദ്യം തന്നെയല്ലേ? അല്ല, ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇവര് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പാർട്ടി സഖാക്കന്മാർ അവരടിസ്ഥാനപരമായി ഹിന്ദു വിരുദ്ധരാണ്, ഹിന്ദു വിരോധികളാണ്, ഭാരത വിരുദ്ധരാണ്. അതാണ് അതിന്റെ കാരണം. അവരതുകൊണ്ട് ഭാരതത്തിന്റെ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ, അവര് ഭാരതീയമായ സാഹിത്യങ്ങളെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും വേദങ്ങളെയും ഭഗവത്ഗീത, രാമായണം, ഇപ്പൊ ശ്രീരാമൻ, ശ്രീകൃഷ്ണ, ഇതിനെയൊക്കെ അവർ തള്ളി പറഞ്ഞ ആൾക്കാരല്ലേ. ശ്രീരാമനേക്കാൾ അവര് ഇഷ്ടപ്പെടുന്നത് രാവണനെയാണ്. അർജുനനേക്കാൾ അവർക്ക് താല്പര്യം കർണനോടും ദുര്യോധനോടാണ്. ഇത് നമുക്ക് എത്രയോ അവസരങ്ങളിൽ അവരത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവർ കർണന്റെ മഹത്വം പറയും, ദുര്യോധനന്റെ മഹത്വം പറയും, ശൂർപ്പണഖയുടെ മഹത്വം പറയും, രാവണന്റെ മഹത്വം പറയും. രാമന്റെ മഹത്വം അവർ ഏതെങ്കിലും ചില ശംഭുകന്റെ വധമോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും കൊണ്ടുവന്നിട്ട് രാമനേക്കാൾ മഹാൻ ഈ രാവണനാണ് എന്ന് സ്ഥാപിക്കും. ഇതെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അവർ അടിസ്ഥാനപരമായി ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹിന്ദു ആചാരങ്ങളോടൊക്കെ കടുത്ത വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്ന അവരുടെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഹിന്ദു വിരുദ്ധമാണ്. അടിസ്ഥാനപരമായി അവർ ഹിന്ദു വിരുദ്ധരാണ്. ഇതാണ് ഒരു കാരണം. ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ശ്രമിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് CPM-ന്റെ നേതാവ് ഈ പ്രസംഗിച്ചത്. അതിന് അദ്ദേഹം പന്നിയെ കൊല്ലുന്നതിന് എതിരായിട്ട് ഹിന്ദുക്കൾ BJP-ക്കാരോ RSS-കാരോ ബഹളം ഉണ്ടാക്കുന്നു എന്നാണ്. അത് വരാഹത്തിന്റെ അവതാരമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ അവതാരമായിട്ട് വരാഹം വന്നതുകൊണ്ടാണ് പന്നിയെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് എവിടെ, ആര് പറഞ്ഞു? ഏതെങ്കിലും RSS-കാരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? RSS-ന്റെ ഏതെങ്കിലും പുസ്തകങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പ്രസംഗങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? മറിച്ച് എല്ലാ ജീവജാലങ്ങളിലും, അത് പന്നിയാകട്ടെ, പശുവാകട്ടെ, ആനയാകട്ടെ, തവളയാകട്ടെ, എല്ലാ ജീവജാലങ്ങളെയും ആരാധിക്കുന്ന, അതിനുള്ളിലൊക്കെ ഈശ്വരന്റെ അംശമുണ്ടെന്ന് കാണുന്ന വിശാലമായ ഹൈന്ദവ ആധ്യാത്മികതയുണ്ട്. ആ ആധ്യാത്മികതയോടൊപ്പമാണ് ഞങ്ങൾ. അതുകൊണ്ട് നാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞിട്ടില്ല, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര സദാ എന്ന് പറയുന്ന ആ നാരായണ ഗുരുദേവന്റെ അനുകമ്പാ ദശകത്തിലെ വരികളുണ്ട്. അതിനോടൊപ്പമാണ് നമ്മൾ. കാരണം അത് ഹൈന്ദവ ആധ്യാത്മിക ചിന്തയാണ്. ലോകമേ തറവാട്, തനിക്ക് പുഴകളും പുൽകളും ചെടികളും ഒക്കെ കൂടുതൽ കുടുംബക്കാർ എന്ന് വള്ളത്തോട് പറയുമ്പോൾ അത് ഭാരതീയ ചിന്തയുടെ ബഹിർസ്ഫുരണമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്നും എല്ലാ ജീവജാലങ്ങളും ഈശ്വരന്റെ അംശമാണ് എന്നും ചിന്തിക്കുന്ന പ്രാപഞ്ചിക വീക്ഷണമാണ് ഭാരതത്തിൻ്റെത്. ആ ആധ്യാത്മിക വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് ഭാരതം ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ ലോകത്തിലെ മനുഷ്യര് മാത്രം സുഖം വരണമെന്നല്ല, ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും സുഖം ഉണ്ടാവണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ KP ഉദയഭാനുവിനൊന്നും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. കാരണം ഒരു പ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിലെ മാംസം അറുത്തെടുത്തു കൊടുത്ത ശിബിയുടെ നാടാണിത്. ഒരു പ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ശരീരം അറുത്തു കൊടുത്ത ശിബിയുടെ നാട്. തന്നെ അനുഗമിച്ച് വന്നിരുന്ന ഒരു നായയ്ക്ക് സ്വർഗപ്രവേശനം നിഷേധിച്ചപ്പോ തന്റെ കൂടെ വന്ന നായയ്ക്ക് സ്വർഗം നിഷേധിക്കുകയാണെങ്കിൽ എനിക്കും ആ സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ യുധിഷ്ഠിരന്റെ നാടാണിത്. അങ്ങനെയാണ് ജീവജാലങ്ങളോട് നമ്മുടെ നാട്ടിൽ കരുതി വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഓരോ വസ്തുവും, അത് പുഴുവാകട്ടെ, പുല്ലാകട്ടെ,
അതെല്ലാം ഇവിടെ ജന്മമെടുത്തത് മഹാഭാഗ്യമാണ് എന്ന് ജ്ഞാനപ്പാനയില് പറയുന്നുണ്ട്. ഇവിടെ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ കഴിഞ്ഞ ആ ഒരു ഭാഗ്യം ജ്ഞാനപ്പാനയില് പൂന്താനം പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സങ്കല്പം അത് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ആ കുനിഷ്ഠ ബുദ്ധിയോ കപട തത്വശാസ്ത്രമോ പോരാ. ബാബു, ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിന്റെ ഈ ഒരു കപട ബുദ്ധി ഇങ്ങനെ KP ഉദയഭാനു വിളിച്ചു പറയുന്നു, എൻ ഷംസീർ വിളിച്ചു പറയുന്നു, അവരുടെ നേതാക്കളൊക്കെയും വിളിച്ചു പറയുന്നു. പക്ഷേ ആ വിളിച്ചു പറഞ്ഞതിൻ്റെ ഗതികേട് അവർ സ്വയം ഏറ്റുവാങ്ങുകയല്ലേ ചെയ്യുന്നത്. ശബരിമല വിഷയം അടക്കം നമുക്കറിയാം. പിന്നീട് CPM എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഇപ്പോഴും CPM എത്രത്തോളം അത് ശിഥിലമായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതായത് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് ഇവരുടെ ആ ഒരു കുൽസിത ബുദ്ധി, അല്ലേ? അല്ല, അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രശ്നം അവരൊരു ഒരു ഒരു ഡൈലമയിലാണ്. ആ ഡൈലമ എന്താന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് അവരുടെ പ്രത്യയശാസ്ത്രം, അവരതിൽ വിശ്വസിക്കുന്നത് അത് തികഞ്ഞും ഈശ്വരനെ നിഷേധിക്കുന്നു. അവര് തികഞ്ഞ ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യയശാസ്ത്രമാണത്. നിരീശ്വരവാദമാണ് അതിന്റെ അടിസ്ഥാനം. അങ്ങനെയുള്ള ഒരു പ്രത്യയശാസ്ത്രം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അവർ പ്രവർത്തിക്കുന്നത് ഭാരതത്തിലാണ്. ഭാരതം ആധ്യാത്മികതയുടെ നാടാണ്. ഇവിടെ ഓരോ മനുഷ്യനും ഉറക്കം എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അവന് മതവും അല്ലെങ്കിൽ അവന്റെ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ടാണ് അവന്റെ ജീവിതത്തിന്റെ ഓരോ മുക്കും മൂലയും. അത് ഒഴിവാക്കിക്കൊണ്ട് അവന് ചിന്തിക്കാൻ സാധ്യമല്ല. അവൻ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കൈ നോക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത് ഇതൊന്നും ആരും നിത്യേന ചെയ്യണമെന്നില്ല. പക്ഷേ ഒരു സന്നിഗ്ധാവസ്ഥയിൽ അവനത് ചെയ്യും. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത്തു ഗോവിന്ദ, പ്രഭാതേ കരദർശനം എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ രാവിലെ ചെയ്യുന്നുണ്ടോന്ന് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അവന്റെ ഉപബോധ മനസ്സിൽ അതുണ്ട്. അവൻ ഭൂമിയിൽ ചവിട്ടുമ്പോൾ ഭൂമിയോട് അവൻ ക്ഷമയോദിക്കുന്നു. ഭൂമിദേവിയോട് അവൻ ക്ഷമയോദിക്കുന്നുണ്ട്. പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞിട്ട് അവൻ ഭൂമിദേവിയോട് ക്ഷമയോദിക്കുന്നു. കാരണം എന്നാൽ എല്ലാവരും അങ്ങനെ ക്ഷമ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ഭൂമിയെ ചവിട്ടി നിൽക്കുന്ന ഒരാൾ ക്ഷമയും ചോദിക്കില്ല. പക്ഷെ അവന്റെ ഉള്ളിലുണ്ട് ഒരു വിഷയം വരുന്ന സമയത്ത് അതങ്ങനെ തികട്ടി വരും. ഞാൻ ആരാണ്? ഞാൻ ഈ ഭാരതത്തിന്റെ മകനാണ്. എന്റെ നാടിന്റെ സംസ്കാരം എന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ സംസ്കാരമാണ് എന്ന് അവനെ ബോധിപ്പിക്കുന്ന തരത്തിൽ ഈ തരം ചിന്താഗതികൾ അവന്റെ ഉപബോധ മനസ്സിൽ കടന്നു വരും. അതുകൊണ്ട് ഭാരതത്തിലെ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല. ഈ ഒരു ഡൈലമയുണ്ട്. എന്നാൽ വോട്ട് കിട്ടണമെങ്കിൽ ഈ ഭാരതീയന്റെ ചിന്താഗതിക്കൊപ്പം നിൽക്കുകയും വേണം. അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നതിനെതിരല്ല, ഞങ്ങൾ ഹിന്ദുക്കൾ എന്നുള്ള നിലയ്ക്ക് ഹിന്ദുക്കളോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾ RSSകാരെയാണ് എതിർക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ ഇവന്റെയൊക്കെ ഉള്ളിൽ അവന്റെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഈ ഹിന്ദു വിരുദ്ധതയാണ് എന്നുള്ളത് കൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് ചാടി വരും. അത് ഇവരെ ഇലക്ഷനിലും ഒക്കെ അടക്കം എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആശയ പ്രതിസന്ധി, ഒരു ചിന്താക്കുഴപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ ആകമാനം ഗ്രസിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ അല്ല. പണ്ട് കാലം K. ദാമോദരൻ ഭാരതീയ തത്വചിന്ത എഴുതി. ഭാരതത്തിന്റെ ആത്മാവ് കണ്ടെത്തിക്കൊണ്ട് K. ദാമോദരന്റെ ഒരു യാത്രയുണ്ടായിരുന്നല്ലോ. ആ K. ദാമോദരനെ തള്ളിപ്പറഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റുകാര്. കാരണം ഭാരതത്തിന്റെ ആത്മാവിനെ കണ്ടെത്തുക, ഭാരതീയ തത്വചിന്തയെ പുകഴ്ത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനെതിരാണ്. നമ്പൂതിരിപ്പാട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേദം പഠിച്ച കാലം അത് പാഴ്ജന്മമായി പോയി എന്നാണ്. വേദം പഠിച്ചിരുന്ന കുട്ടിക്കാലം എനിക്ക് പാഴായിപ്പോയി എന്ന് പരസ്യമായി പ്രസ്താവന ഇറക്കിയതാണ് നമ്പൂതിരിപ്പാട്. OMC നമ്പൂതിരിപ്പാടിന്റെ വേദങ്ങളുടെ ഭാഷ്യം എഴുതിയ അതിന് അവതാരിക എഴുതിക്കൊണ്ട് നമ്പൂതിരിപ്പാട് പറഞ്ഞതാണ്, വേദം പഠിച്ച ആ കാലമാണ് എനിക്ക് നഷ്ടപ്പെട്ട കാലം, ഒരു പ്രയോജനം ചെയ്തില്ല എന്ന് നമ്പൂതിരിപ്പാട് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും അതേപോലെ നമ്മുടെ ഭാരതീയ പുരാണങ്ങളെയും ഒക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് ശ്രീ അരവിന്ദ് ബാബു, അത് തന്നെയാണ് ഈ ലോകാസമസ്ത സുഖിനോഭവന്തോ ഒപ്പം വസുധൈവ കുടുംബകം തുടങ്ങിയ ആ ഒരു വലിയ സന്ദേശം ലോകത്തിന് സമ്മാനിച്ച നമ്മുടെ ഒരു പൈതൃകമുണ്ട്, നമ്മുടെ ഒരു സാംസ്കാരികമായ ആ ഒരു ഗരിമയുണ്ട്, മഹത്വമുണ്ട്.
അതിനെ പോലും അവഹേളിക്കുന്ന നിലയിലേക്ക് CPM നേതൃത്വം എത്തുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാമ്പിനെ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ കുരങ്ങിനെ ആരാധിക്കുന്നവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രകൃതിയെയാണ് നമ്മൾ അതിലൂടെ ആരാധിക്കുന്നത്. പ്രകൃതിയെ പോലും സംരക്ഷിക്കുന്ന നമ്മുടെ ആ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട്, നമ്മുടെ കാവുകളുണ്ട്. അത്തരം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ പോലും സംരക്ഷിച്ചു നിർത്തുന്ന ഹൈന്ദവ വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങളെ അവഹേളിക്കുമ്പോൾ പ്രകൃതിയെ, സമൂഹത്തെ തന്നെയാണ് അവർ അധിക്ഷേപിക്കുന്നത്. അത് തിരിച്ചറിയാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല അല്ലേ? അല്ല, അത് മറ്റൊരു വിഷയമാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഇന്ന് പ്രകൃതിയുടെ നാശത്തെ സംബന്ധിച്ച്, പ്രകൃതി സംബന്ധിച്ചുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ലോകം മുഴുവൻ നേരിടുകയാണ്. ഇപ്പൊ നമുക്ക് വയനാടുണ്ടായ വിഷയം നമുക്കറിയാം, അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ പ്രകൃതി നാശവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ നടക്കുമ്പോൾ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാര് അവര് ഭാരതീയമായ ചിന്തകള്, ഭാരതീയമായ സംസ്കാരം, അത് നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണത്തിന് എങ്ങനെ വളരെ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിരവധി പഠനങ്ങളും അവര് യുണൈറ്റഡ് നേഷൻസ് അടക്കം ഒക്കെ ഭാരതീയമായ ആ തത്വചിന്തയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഗോള താപനത്തിനെ സംബന്ധിച്ചിട്ടായാലും അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളിലൊക്കെ വളരെ വലിയ തോതിൽ എങ്ങനെയാണ് ഭാരതീയ സംസ്കാരം നമ്മുടെ ഈ നാടിന്റെ പ്രകൃതിയെ നിലനിർത്തുന്നതിലും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിത സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിലും ഭാരതീയ സംസ്കാരം എങ്ങനെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ചിന്തകളും പഠനങ്ങളും നടന്നിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ കാവിന്റെ സംരക്ഷണം, കുളങ്ങളുടെ സംരക്ഷണം, ക്ഷേത്രങ്ങളുമായി ചേർന്ന് കുളങ്ങൾ ഉണ്ടാവുക, ആ കുളങ്ങൾ സംരക്ഷിക്കുക, കാവുകൾ ഉണ്ടാകുക. കാവ് തീണ്ടരുത് എന്ന് നമ്മുടെ കാരണവന്മാര്, പഴയ കാരണവന്മാര് പറയുമായിരുന്നു. കാവ് തീണ്ടരുത്. എന്താണ് ആ കാവ് തീണ്ടരുത് എന്ന് പറയുമ്പോൾ അവിടെ കാവ് തീണ്ടിയാൽ എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ, മഹാരോഗങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതല്ലായിരുന്നു. അങ്ങനെ പേടിപ്പിക്കുമായിരുന്നു. പക്ഷെ ആ പേടിപ്പിക്കുന്നത് എന്തിനായിരുന്നു? അത് വളരെ സംരക്ഷണം കാവുകൾക്കുണ്ടാവണം. അത് ഒരു ജൈവ സമ്പത്ത് കുടികൊള്ളുന്ന ജൈവിക ഭൂമിയാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇത്തരം സംരംഭങ്ങൾ വേണം. പക്ഷേ അന്ന് KPSC ഇറക്കിയ ഒരു നാടകമുണ്ട്, വിഷസർപ്പത്തിന് വിളക്ക് വയ്ക്കരുത്. വിഷസർപ്പത്തിന് വിളക്ക് വയ്ക്കരുത് എന്ന നാടകം ഇറക്കി. എന്തായിരുന്നു? ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുക, അതിനപ്പുറമൊന്നുമില്ല. എന്നാൽ അതിന്റെ പിന്നിൽ ഒരു വലിയ തത്വമുണ്ട്, ഒരു ദർശനമുണ്ട്. നമ്മുടെ നാടിന്റെ പ്രകൃതിയുമായി ചേർന്ന് ഇണങ്ങി ജീവിക്കേണ്ട ഒരു ജീവിത തത്വമാണ് ഈ കാവ് സംരക്ഷണത്തിലൂടെ ഹിന്ദു സമൂഹം പ്രചരിപ്പിക്കുന്നത്, ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന വിശാലമായ ആ തത്വത്തെ കാണാനല്ല അവർ കൂട്ടാക്കിയത്. മറിച്ച് വിഷസർപ്പത്തിന് വിളക്ക് വയ്ക്കരുത് എന്ന അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പ്രസംഗവും. ചൈനയിലെ പാമ്പിനെ തിന്നുന്നു, ഇവിടെ പാമ്പിനെയും കുരങ്ങിനെയും പൂജിക്കുന്നു. ചൈനയില് പാമ്പിനെ മാത്രമല്ല, ചൈനയില് പട്ടിയെ തിന്നുന്നുണ്ട്, കുറുക്കനെ തിന്നുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് താല്പര്യമാണെങ്കിൽ ഇവിടെ അവർ പട്ടിയും പാമ്പിനെ കുറുക്കനെയൊക്കെ തിന്നട്ടെ. ചൈനയാണ് അവർക്ക് മാതൃകയെങ്കിൽ അവർ തിന്നട്ടെ. ഇതൊക്കെ ഇത്തരം ബാലിശമായ ഉദാഹരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവര് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുക എന്നുള്ളതാണ്. ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുക. ഇതേപോലെ സമാനമായ അവഹേളനം ഇതര സമൂഹങ്ങളോട് കാണിക്കാൻ ഈ പറയുന്ന ഉദയഭാനുവിന്റെ നട്ടല് നിവർന്നു നിൽക്കുമോ? ഈ വളഞ്ഞു നിൽക്കുന്ന നട്ടല് നിവർന്നു നിൽക്കുമോ? ഇല്ല. കാരണം അവിടെ വരുന്ന സമയത്ത് ഉദയഭാനുവിന്റെ മുട്ടിടിക്കും, പാർട്ടിക്ക് പുറത്താകും, പാർട്ടിയോട് സമാധാനം പറയേണ്ടി വരും, പാർട്ടിയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് വിധേയമാകും. കാരണം അത് ന്യൂനപക്ഷ അവകാശത്തിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസത്തെ അവഹേളിക്കലാണ്. ഇത് ഭൂരിപക്ഷ സമൂഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായി ചോരയിൽ ചേർന്ന് നിൽക്കുന്ന ഹിന്ദു വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന പ്രസ്താവനകളാണ് ഇതെല്ലാം. അത് വലിയ തോതിൽ തിരിച്ചടിക്കുന്നുണ്ട്. ഭാരതത്തിന്റെ ഒരു മുക്കിലേക്ക്, മൂലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോ ഒതുങ്ങി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായത് അവര് ഈ കാലങ്ങളായിട്ട്, കഴിഞ്ഞ 100 വർഷത്തോളമായല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഈ കഴിഞ്ഞ 100 വർഷക്കാലമായിട്ട് അവർ നടത്തിയ ഇന്ത്യ വിരുദ്ധ, ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് കിട്ടിയ ഒരു വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ അവർ ഈ ഭാരതത്തിന്റെ ഒരു മുക്കിലേക്ക് ഒതുക്കപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ അവർ നടത്തണം, വീണ്ടും വീണ്ടും നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും വീണ്ടും ഇത്തരത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെ, അതും എത്ര അടിസ്ഥാനരഹിതമായിട്ടാണ് നോക്കൂ. പാമ്പിനെ പൂജിക്കുന്നത്,
പ്രകൃതിയെ പൂജിക്കുക എന്നുള്ളത്, പ്രകൃതിയെ വണങ്ങുക എന്നുള്ളത് അത് ഇന്നത്തെ കാലഘട്ടത്തിന് എത്ര പ്രസക്തമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്ത്, പ്രകൃതിയെ കൊള്ളയടിച്ച് തടിച്ചു കൊഴുക്കുന്ന ഒരു സാഹചര്യം, അത് പ്രകൃതി ദുരന്തങ്ങളിലേക്ക് നമ്മളെ വലിച്ച് ഇഴച്ചു കൊണ്ടുപോകുമ്പോഴാണ് ആ പ്രകൃതിയെ പൂജിക്കുന്ന ജനസമൂഹത്തെ, പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ജീവിത സംസ്കാരത്തെ ഒക്കെ അധിക്ഷേപിക്കുന്ന ഈ വഷളൻ പ്രസംഗം നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഇവന്റെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വന്നല്ലോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ദുഃഖം. ഇതേപോലുള്ള വഷളന്മാരുടെ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു ദുഃഖം മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു 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 ചിന്ത എനിക്ക് തോന്നുന്നു ഹിന്ദു സമൂഹം ഒന്നടങ്കം ഈ കാര്യത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം പ്രസ്ഥാനങ്ങളെ, ഇത്തരം നേതാക്കന്മാരെ, അവരെ പൊതുസമൂഹം ബഹിഷ്കരിക്കണം, അവരെ ജനസമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം. ഇത്തരം ആളുകളെ, അവർ നടത്തുന്ന ഈ ഇത്തരം വഷളത്തരം അതിനെതിരായിട്ട് പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഉയർന്നുകൊണ്ട് അവര് ഈ കാര്യത്തിൽ ജനങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതിനാണ് കാലഹരണപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം മുക്കിലും മൂലയിലുമായി ഒതുക്കപ്പെട്ടത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഉത്തരമാണ്, അല്ലെങ്കിൽ ഏറ്റവും സംക്ഷിപ്തമായ ഒരു ഉത്തരം തന്നെയാണ്. അവർ പ്രകൃതിയെ, അവർ നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ സംസ്കാരത്തെ പിന്തള്ളുന്നു, പുതിയ സാംസ്കാരിക ബോധം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ അടിക്കടി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി ശ്രീ RV ബാബു. താങ്കൾ ഒരു പൊതുപരിപാടിയുടെ തിരക്കുകൾക്കിടയിലാണ് നമ്മുടെ അതിഥിയായി എത്തിയത്. വളരെയധികം നന്ദി ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിനെ. ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്നു സഖാക്കളെ, ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി, പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധി ശ്രീ സിജി ഉമേഷ് ശരിയാണ്. ഉമേഷ്, നേരത്തെ ശ്രീ RV ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സംസ്കൃതിയെ, നമ്മുടെ പൈതൃകത്തെയാണ് അദ്ദേഹം ഇങ്ങനെ വലിയ വിമർശന വിധേയമാക്കിയിരിക്കുന്നത്. ഇത് BJPക്കെതിരെയുള്ള വിമർശനമല്ല, RSSനെതിരെയുള്ള വിമർശനമല്ല, മറിച്ച് ഒരു വിശ്വാസ രീതിക്കെതിരെയുള്ള, വിശ്വാസ സംഹിതയ്ക്കെതിരെയുള്ള വിമർശനം തന്നെയാണ്. ആ അർത്ഥത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണോ KP ഉദയഭാനുവിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്? KP അത്തരത്തിൽ വേണം മനസ്സിലാക്കാൻ. കാരണം ഇതാദ്യമായല്ല CPM നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു ആരാധനാ രീതികളെയും പൊതുമധ്യത്തിൽ ഇത്തരത്തിൽ അവഹേളിക്കുക എന്നത് CPM നേതാക്കന്മാരുടെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ഗണപതിയെയും ഒപ്പം ശബരിമല വിഷയങ്ങളും ഒക്കെ വന്ന സമയങ്ങളിൽ CPM നേതാക്കന്മാർ നടത്തിയ പ്രതികരണങ്ങൾ, അത്തരം പരാമർശങ്ങളൊക്കെ അത്തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നാണ് ഇത്തരത്തിലൊരു ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കോന്നി DFO ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചിനിടയിലാണ് ഇത്തരം ഒരു പരാമർശം ഉണ്ടായത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു പരാമർശം നടത്തേണ്ട യാതൊരു സാഹചര്യം ഇല്ലായിരുന്നപ്പോഴും ഹിന്ദു ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ആരാധനാ രീതികളെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ അവിടേക്ക് വലിച്ചിഴച്ച് മനഃപൂർവ്വം അത്തരം ചില അത് തന്നെയാണ് ഉമേഷ്. ഇവിടെ ഈ കോന്നിയിൽ വനം വകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് ജില്ലാ സെക്രട്ടറിയുടെ ഇത്തരം ഒരു പരാമർശം ഉണ്ടായിട്ട്, ഒരു അനവസരത്തിലുള്ള പരാമർശം. പക്ഷേ അത് കൃത്യമായ ബോധപൂർവം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? പൂർവ്വം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു KP. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, KP പറഞ്ഞതുപോലെ തന്നെ ഇത് DFO ഓഫീസിലേക്ക് നടത്തിയ CPMന്റെ പ്രതിഷേധ മാർച്ചായിരുന്നു. കർഷകർ നേരിടുന്ന വന്യജീവി പ്രശ്നത്തെ ഉയർത്തിക്കാട്ടേണ്ടത്, അതിന് പരിഹാരം കാണേണ്ടത് ഒരു പരിധിവരെ സംസ്ഥാന സർക്കാരാണ്. എന്നാൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയും അത് കേന്ദ്ര സർക്കാരിന്റെ മുകളിലേക്ക് ചുമത്തുകയുമാണ് കഴിഞ്ഞ കുറെ നാളുകളായി CPM കേരളത്തിൽ ഉടനീളം നടക്കുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഒന്നിലധികം തവണ ഇത്തരം ചില ഫോറസ്റ്റ് ഓഫീസ് മാർച്ചുകളൊക്കെ CPMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. കാട്ടുപന്നി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ, ഒപ്പം വന്യജീവി പ്രശ്നം രൂക്ഷമായ പ്രദേശങ്ങളിൽ അതിൽ കൃത്യമായ നടപടി എടുക്കേണ്ട സംസ്ഥാന സർക്കാർ അതിന് മുതിരാതെയും അത് കേന്ദ്ര സർക്കാരിന്റെ മുകളിലേക്ക് അതിന് പഴിചാരുകയും ചെയ്തു. അത്തരം സംഭവങ്ങളുടെ ഭാഗമായി നടത്തിയ ഒരു മാർച്ചിനിടയിലാണ് പന്നി വിഷയവുമായി ബന്ധപ്പെട്ടാണ്, ഇത്തരം കാട്ടുപന്നി ശല്യവുമായി ബന്ധപ്പെട്ടാണ് KP ഉദയഭാനുവിന്റെ ആദ്യ പ്രതികരണം ഉണ്ടാകുന്നത്. ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ വിശ്വാസപ്രകാരം വിഷ്ണുവിന്റെ അവതാരമായ പന്നി അത് കടലിൽ നിന്ന് ഭൂമിയെ കുത്തിയെടുത്തുകൊണ്ട് വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കടലും ഭൂമിയിലാണ് എന്ന് ഇവർക്കറിയില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ഉണ്ടായത്. മാത്രമല്ല, കാട്ടുപന്നിയെ വെടിവെക്കാനായി കേന്ദ്ര സർക്കാർ അനുവാദം നൽകാത്തതിന്റെ കാരണം അത് വിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ടാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു വ്യാഖ്യാനമായി വന്നത്. ഒപ്പം ചൈനയിൽ പാമ്പിനെ കറി വെച്ച് കഴിക്കുമ്പോൾ ഇന്ത്യയിൽ അതിനെ ആരാധിക്കുകയാണ്, കുരങ്ങിനെയും മറ്റു രാജ്യങ്ങളിൽ കൊല്ലുമ്പോൾ ഇവിടെ അതിനെ ദൈവമായി കാണുന്ന തരത്തിലാണ് KP ഉദയഭാനുവിന്റെ പ്രതികരണം ഉണ്ടായത്. അത് അനവസരത്തിൽ അത്തരം യാതൊരു പ്രതികരണത്തിന്റെയും ആവശ്യമുണ്ടായിരുന്ന സ്ഥലമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിഷേധം നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റു പല മാർഗങ്ങളും ഉണ്ടായിരിക്കും. ഹൈന്ദവ വിശ്വാസങ്ങളെയും ഇത്തരം ചിന്താധാരകളെയും ഒക്കെ പരസ്യമായി അവഹേളിക്കുക എന്നത്
CPM ഒരു നയമായി മാറിയിരിക്കുന്നതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമായി മാത്രമേ KP ഉദയഭാനുവിന്റെ ഇന്ന് കോന്നിയിൽ നടത്തിയ പ്രസംഗത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. KP ഉമേഷ്, ഈ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ SDPI ബാന്ധവം ഒക്കെയും പരസ്യമായും രഹസ്യമായും അവർക്കിടയിലുണ്ട്. ഇവിടെ ഉമേഷിലേക്ക് എത്തി. ഇപ്പോൾ ശ്രീ PC ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ PC ജോർജ്, പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ് വിശ്വാസങ്ങളെ, ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങൾ നടത്തിയത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ CPM സഹാക്കന്മാർക്ക് തലയ്ക്ക് വട്ടുപിടിച്ചു പോയോ? മകൾക്ക് ബോധമില്ലയോ മാർക്ക്? ആ പിണറായി വിജയൻ നമ്മുടെ ബിഷപ്പന്മാരെ വിളിക്കുന്നത് നികൃഷ്ട ജീവിന്ന്. നമ്മുടെ സ്പീക്കർ, അതെ പരമോന്നതമായ നീതിപീഠത്തിന്റെ സ്പീക്കറായിട്ടിരിക്കുന്ന സംശയത് വിളിക്കുന്നത് കേട്ടില്ല, മിത്തെന്ന്. ഏതാ? ഗണപതിയെ. ഗണപതി ഭഗവാനെ മിത്തെന്ന്. ഇപ്പൊ ഈ പുങ്കവൻ നമ്മുടെ പത്തനംതിട്ടയിലെ പുങ്കവൻ വിളിച്ചിരിക്കുന്നില്ല, സർപ്പപൂജ തെറ്റാന്നാവും പറയുന്നത്. സർപ്പത്തെ ചൈനക്കാർ തിന്നുന്നതെന്ന്. ചൈനക്കാർ തിന്നുന്ന ഇവരും തിന്നോട്ടെ, നമുക്ക് ഇടാൻ വല്ലതും ഉണ്ടോ? ഇവന്മാർക്ക് എന്ത് പറ്റി? മാനസിക രോഗികളായി മാറി സഹാക്കന്മാർ, നേതാക്കന്മാര്. മാന്യതയുള്ള കുടുംബത്തിൽ പറഞ്ഞവർക്ക് CPM-നോടൊപ്പം ചേരാൻ പറ്റൂ. 99% ദൈവവിശ്വാസമുള്ള നാടാണ് ഈ കേരളം. ആ കേരളത്തിലാണ് ഇങ്ങനെ എംബോക്കിത്തരം തന്നെ പറയുന്നത് CPM-ന്റെ നേതാക്കന്മാർ. ആരെ ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാളെന്താ ചെയ്തത്? ചാവരുടെ തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോകണം. തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ട് അയ്യപ്പനെ കാണിക്കുന്ന നിർബന്ധം. അതേപോലെ സ്പീക്കർ മിത്താണ്. ഏതായാലും ഗണപതി മിത്താന്ന് അയാൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് മിത്താന്ന് അയാൾ സമ്മതിക്കുമായിരുന്നോ? ഇവിടെ കലാപം ഉണ്ടാക്കിയല്ലേ ഉമ്മാര്? ആരെങ്കിലും അങ്ങനെ വൃത്തികൾ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇവരൊക്കെ എന്നാ സൂക്കേട്? ഈ മുസ്ലിം തീവ്രവാദം അതിക്രമിച്ച് കയറുന്നു മുന്നോട്ട്. അതിന് പിന്തുണയുമായി CPM-ന്റെ നേതാക്കന്മാർ നടക്കുകയാണ്. ഇത് അപമാനകരമാണ്, നാണക്കേടാണ്, ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. കേരളത്തിലെ ജനങ്ങൾ പ്രതികാര ബുദ്ധിയോടുകൂടി ഈ CPM-നോട് പ്രവർത്തിക്കണം. PC ജോർജ്, ഇവിടെ എത്ര കൊണ്ടിട്ടും ഇവർ പഠിക്കുന്നില്ലല്ലോ. കാരണം ശബരിമല വിഷയത്തിലടക്കം പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ M ഷംസീറിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ടും പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാം. കാരണം പൊതുസമൂഹം അപ്പാടെ അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ എതിർക്കുകയാണ്, വിമർശിക്കുകയാണ്. പക്ഷേ കൊണ്ടിട്ടും പഠിക്കാത്തവർ എന്ന് നന്നാകുമെന്ന ചോദ്യം പ്രസക്തമാണല്ലേ? അല്ല, മനസ്സിലാക്കണ്ട. ഒരു കണക്കുണ്ട് പിണറായിക്ക്. അതായത് ഇവിടുത്തെ മുസ്ലിം സമൂഹം ഇപ്പോ വളരെ മൈനോറിറ്റി ആയിട്ട് കിടന്ന 13% കിടന്ന് മുസ്ലിം സമൂഹം ഇപ്പൊ 31% എന്നാണ് കണക്ക്. ആ 31%വും അതോടൊപ്പം നമ്മളെ CPM-നോടൊപ്പമുള്ള പഴയ CPM-ന്റെ ഒരു 5-8% കൂടെ കൂട്ടിയാൽ 40% ആകും. അങ്ങനെ വന്നാൽ ഭരിക്കാൻ ഭരണം തുടരാമെന്നുള്ള ദുഷ്ടബുദ്ധിയോടുകൂടി ഈ കാലന്മാര് കാണിക്കുന്ന വൃത്തികെട്ട പണിയാണിത്. പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണല്ലേ? പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണല്ലേ? പിന്നല്ല, അതായത് ഹിന്ദുക്കളെ അപമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെ ക്രിസ്ത്യാനിയെ അപമാനിച്ചു കഴിഞ്ഞാൽ മുസ്ലിം തീവ്രവാദികളുടെ പരിപൂർണ പിന്തുണ കിട്ടുമെന്നും അങ്ങനെ പിന്തുണ കിട്ടിയാൽ പിണറായി ഇനി തുടരാമെന്നും. അതായത് 80 കഴിഞ്ഞില്ല, കൊതി തീർന്നില്ലേ? 10 കൊല്ലമാകുകയാണല്ലോ. എതിരായാലും ഇങ്ങനെ നടക്കുന്ന ഈ കൊതിയും കൊണ്ട്. അയാളെ ഇപ്പൊ പോസ്റ്റേറ്റ് ക്യാൻസറും പിടിച്ചിരിക്കുന്ന ആളാ. ഞാൻ അതുകൊണ്ട് വേറൊന്നും പറയുന്നില്ല. അത് 100 വയസ്സ് വരെ ജീവിച്ചിരുന്നോട്ട് എനിക്ക് പറ്റുന്നില്ല. അതിന് മാത്രം ഉണ്ടാക്കിയില്ലോ, ഇനിയും വേണോ? എന്തിനാ ഈ വൃത്തികേട് പറയുന്നത്? ഈ കേരളത്തെ മുഴുവൻ കൊള്ളയടിച്ചില്ലേ? കേരളത്തെ ഇപ്പൊ 5-6 ലക്ഷം കോടി രൂപ കടമാക്കിയില്ലേ? ഇനി രാജ്യത്തെ മുടിച്ചിട്ട് പിന്നെ ഈ ഹൈന്ദവ സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെയൊക്കെ അപമാനിക്കാനായിട്ട് ഈ സഹാക്കന്മാരെന്ന എംബോക്കികളെ റോഡിലിറക്കി വിട്ടിരിക്കുന്ന മര്യാദയാണോ എന്ന് പിണറായി ആലോചിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ PC ജോർജ്, ഈ സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീമതി KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, വിശ്വാസങ്ങളെ അധിക്ഷേപിച്ചിരിക്കുകയാണ്, ഹൈന്ദവ വിശ്വാസത്തിന്റെ നേരിലുള്ള കടന്നുകയറ്റം നടത്തിയിരിക്കുകയാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് വിഷ്ണുവിന്റെ അവതാരമാണ് പന്നിയെന്ന് വിശ്വസിക്കുന്നവരാണ് BJP-ക്കാർ. ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തത് ചൈനയിൽ പാമ്പിനെ കഴിക്കുമ്പോൾ പാമ്പിനെയും കുരങ്ങിനെയും പൂജിക്കുന്നുവെന്ന വിചിത്രമായ രീതിയാണ് ഇവിടെ എന്നുമാണ്. എങ്ങനെ കാണുന്നു? ഇവിടെ ഇതിന് ഉത്തരം പറയേണ്ടത് ഞാനോ ഹിന്ദു ഐക്യവേദിയുടെയോ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളുടെയോ ഭാരവാഹികളോ അതുമല്ലെങ്കിൽ ജനൻ ടിവിയോ ഇതിൽ വന്ന അതിഥികളോ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് മറുപടി പറയേണ്ടത് പത്തനംതിട്ടയിലെ സഖാക്കളാണ്, പത്തനംതിട്ടയിലെ ഹിന്ദുക്കളായ സഖാക്കളാണ്. അങ്ങനെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ വായിൽ നിന്നാണ് ഇത്രയും നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് ശരിക്കും മറുപടി പറയേണ്ടത് പത്തനംതിട്ട ജില്ലയിലെ ഹിന്ദു സഖാക്കളാണ്.
ഇപ്പോ RSSന്റെ ഒക്കെ സംവിധാനം അനുസരിച്ച് പത്തനംതിട്ട അല്ലെങ്കിൽ ശബരിമല ഉൾപ്പെടുന്ന ഭാഗത്തെ ശബരിഗിരി ജില്ല എന്നാണ് പറയുന്നത്. ശരിക്കും ശബരിഗിരി ജില്ല തന്നെയാണ്. പത്തനംതിട്ട എന്ന പേര് അതിന്റെ അതായതുകൊണ്ട് പറയുമ്പോഴും ശബരീശനാണ് അതിന്റെ എല്ലാം. അപ്പൊ ആ ശബരിമല ഒരുപക്ഷെ ലോകം ആരാധിക്കുന്ന ഒരു ആരാധനാ കേന്ദ്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഖ്യാതിയുള്ള ഒരു ജില്ല, അതിന്റെ ഉത്തരവാദിത്വമുള്ള ഒരു CPMന്റെ ഭാരവാഹിയാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും പറയേണ്ടത് CPMലെ സഖാക്കളാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോ പന്നി അവതാരമാണ് എന്നുള്ളത് BJPയുടെ വിശ്വാസമാണ്. അപ്പൊ അദ്ദേഹം എന്താ ധരിക്കുന്നത്? BJP നിലവിൽ വന്നിട്ട് ഏതാനും പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. ആ ഏതാനും പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ ഇവിടുത്തെ ഈ വിഷ്ണുവിന്റെ അവതാര സങ്കല്പങ്ങളൊക്കെ വന്നിട്ട് അതിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമില്ല. ഭാഗവതം എന്ന ഗ്രന്ഥത്തിന് തന്നെ എത്രമാത്രം പഴക്കമുണ്ട്. അപ്പോ അന്ന് തൊട്ടേ BJP ഉണ്ട്, അന്ന് തൊട്ടേ RSS എന്ന സംവിധാനമുണ്ട്. അപ്പൊ ഇതൊക്കെ ഹിന്ദുവിന്റെ വിശ്വാസത്തെയാണ്. ഇത് RSSനെ ചാരി ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ രക്തസാക്ഷിയായ നമ്മുടെ മഹാരാജ കോളേജിലെ രക്തസാക്ഷിയായ അഭിമന്യു പറഞ്ഞതുപോലെ RSSനെ ചാരി തല്ലുന്നത് ഹിന്ദുവിനെ തന്നെയാണ്, ഹിന്ദുവിനിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അത് കണ്ടെത്തിയതാണല്ലോ അഭിമന്യുവിന്റെ ഒരു പക്ഷേ ജീവിത അന്ത്യത്തിലേക്കും എത്തിയിട്ടുണ്ടാവുക. അപ്പോ സഖാക്കളുടെ ഉള്ളിൽ അതുണ്ട്. പക്ഷെ പറഞ്ഞാൽ അഭിമന്യുവിന്റെ ഗതിയായിരിക്കുമോ എന്ന് ഭയന്ന് എല്ലാ സഖാക്കളും മൗനം പാലിക്കുമ്പോഴാണ് ഇതുപോലുള്ളവർ കൊമ്പും തുമ്പിയും എടുത്ത് ചാടുന്നത്. ഈ വിശ്വാസങ്ങളൊക്കെ ഹൈന്ദവ വിശ്വാസങ്ങളാണ്. ഈ ഹൈന്ദവ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഹിന്ദുവിന്റെ അവകാശം ആരെങ്കിലും ഹിന്ദു ഐക്യവേദിക്ക് എഴുതി തന്നിട്ടുണ്ടോ, RSSന് എഴുതി തന്നിട്ടുണ്ടോ, BJPക്ക് എഴുതി തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവര് ഈ പ്രസ്താവന വന്ന മണിക്കൂറുകളായുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് മറ്റേതെങ്കിലും ഒരു മതവിശ്വാസത്തെ പറ്റിയാണ് പറഞ്ഞിരുന്നത് എങ്കിൽ നിലം തൊടാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തിന്. ഇതിന്റെ മുമ്പ് മാപ്പ് പറയേണ്ടി വരുന്നു. CPM തന്നെ എത്ര വട്ടം തള്ളി പറയുമായിരുന്നു ആ വ്യക്തിയെ. പക്ഷെ ഹിന്ദുവിനെതിരെ പറഞ്ഞപ്പോൾ ഇതുവരെ പാർട്ടി സംവിധാനം അങ്ങനെയൊന്നും അറിഞ്ഞതായി ഭാവിച്ചിട്ടില്ലല്ലോ. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെ ശാസിക്കുകയോ അല്ലെങ്കിൽ ആ പ്രസ്താവന പിൻവലിക്കാൻ പറയുകയോ ഇത് ആരുടെയെങ്കിലും കാര്യത്തിലുണ്ടായോ? ഷംസീറിന്റെ കാര്യത്തിലുണ്ടായോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും? ഇപ്പൊ SFIക്കാർക്കൊക്കെ തന്നെ നമുക്കറിയാം, കോളേജ് തുറക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഹാൽ ഇളകാൻ തുടങ്ങും. ആ ഹാൽ ഇളകുന്നത് ഹിന്ദു വിശ്വാസങ്ങളുടെ മേലെ കുതിര കയറിക്കൊണ്ട് വളരെ അപമാനകരമായ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ SFIയെ താക്കീത് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് കേവലം ഒരു ഉദയഭാനു അല്ലെങ്കിൽ അസ്തമയ ഭാനുവിന്റെ മാത്രം അസുഖമല്ല. ഇത് CPM അറിഞ്ഞു ചെയ്യുന്നു. അതിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അവർ ചെന്നുപെട്ടിട്ടുണ്ട്. കാരണം ഇപ്പൊ CPMനെ നയിക്കുന്ന അൻവർമാരെ പോലുള്ളവരാണ്. അൻവറും ജലീൽ അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിട്ട് CPMനെ അവർ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ കാലിന്റെ ചുവട്ടിലെ മണ്ണും പോയി മുകളിൽ ആകാശം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ, തലയ്ക്ക് മേലെ ആകാശം താഴെ മരുഭൂമി എന്ന് പറയാൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ത്രിശങ്കു സ്വർഗത്തിലേക്ക് പോകുന്ന CPM അവരുടെ പല തരത്തിലുള്ള പെട്ട ഗതികേടിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അറിഞ്ഞു തന്നെ കളിച്ച നാടകമായിരിക്കും ഇത്. അപ്പൊ അവർക്ക് ഓടിക്കയറാൻ നടക്കുന്ന വീണ മരമല്ല ഹൈന്ദവ വിശ്വാസം എന്ന് പറഞ്ഞത്. BJPയെ പറയാം, ഹിന്ദു ഐക്യവേദിയെ പറയാം, ഹൈന്ദവ സംഘടനകളെ ഒക്കെ പറയാൻ അവർക്ക് അവകാശമുണ്ട്. അത് ആശയപരമായിരിക്കണം, ആദർശപരമായിരിക്കണം. അതിനൊരിക്കലും വിശ്വാസത്തെ കൂട്ടിക്കെട്ടരുത്. എന്താണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ? എന്താ ഈ നാടിന്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ? എന്താ മതസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ? മറ്റുള്ള മതവിശ്വാസങ്ങളുടെ തലയ്ക്ക് കയറുന്നതാണോ മതേതരത്വം, മതസഹിഷ്ണുതയും ഒക്കെ പറഞ്ഞാൽ? അതിനെ നമുക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യം. ഉദയഭാനു വിശ്വാസിയാകണമെന്ന് നമ്മൾക്ക് ആർക്കും അഭിപ്രായമില്ല. അദ്ദേഹം വിശ്വാസിയാണോ എന്നും എനിക്കറിയില്ല. അദ്ദേഹം വിശ്വാസിയാകണ്ട, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വിശ്വാസിയാകണ്ട. പക്ഷെ മറ്റൊരാളുടെ വിശ്വാസത്തെ അംഗീകരിച്ചില്ലെങ്കിലും വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കണ്ടേ? അപ്പൊ അദ്ദേഹം ഈ നമ്മുടെ ഷംസീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സയന്റിഫിക് ടെമ്പർ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു യുക്തിബോധം വെച്ചുകൊണ്ട് എല്ലാ മതത്തെയും സമീപിക്കുന്നു. പന്നി അവതാരമാണെന്നും അല്ലെങ്കിൽ പാമ്പിനെ പൂജിക്കുന്ന ഇതൊക്കെ ഒരുപാട് കാലം ഇവിടെ വന്ന വിദേശികൾ പറഞ്ഞു മടുത്ത് അവരിപ്പോ സാഷ്ടാംഗം നമസ്കരിച്ച കാലം. ഈ പാമ്പിനെയും കുരങ്ങനെയും പൂജിക്കുന്നവരുടെ നാടാണ് എന്ന് അപമാനിച്ചിരുന്ന വിദേശികള്, പ്രത്യേകിച്ച് സായിപ്പന്മാര്, ഇന്ന് അവര് സർപ്പപൂജയ്ക്ക് എല്ലാ തരത്തിലുമുള്ള അംഗീകാരം നൽകുക. ഐക്യരാഷ്ട്രസഭ വരെ സർപ്പക്കാവുകൾ ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടുന്ന നടപടികൾ വേണ്ടുന്ന ഫണ്ട് വരെ അനുവദിക്കുന്നുണ്ട്. കാരണം പരിസ്ഥിതിയെ നിലനിർത്താൻ സർപ്പക്കാവുകൾ ചെയ്തിട്ടുള്ള സേവനം വളരെ വലുതാണ് എന്നതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ വരെ ശ്രദ്ധ സർപ്പക്കാവുകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാരതീയമായ ഒരു പൈതൃകം, ആ പൈതൃകം എത്രത്തോളം ശ്രേഷ്ഠമാണെന്ന് ലോകം തന്നെ തിരിച്ചറിയുകയാണ്. പക്ഷേ ലോകം തന്നെ തിരിച്ചറിയുകയും ലോകം തന്നെ അതിനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ യോഗയടക്കം ലോകത്ത് എത്രത്തോളം സ്വീകാര്യമാകുന്നു എന്ന് നമ്മൾ ഇപ്പോഴും കണ്ടറിയുന്നുണ്ട്. പക്ഷേ ഇവിടെ കമ്മ്യൂണിസം ഇപ്പോഴും കാലഹരണപ്പെട്ട് കിടക്കുകയാണല്ലേ? അതിന് ഈ പൈതൃകം എന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടതാ? പിതാവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അതുള്ളവർക്കല്ലേ പൈതൃകം പറഞ്ഞിട്ടുള്ളൂ. അതുള്ളവർക്കല്ലേ പൈതൃകത്തിന്റെ വില അറിയാവുള്ളൂ. കമ്മ്യൂണിസത്തിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കോ അങ്ങനൊന്നും അവകാശപ്പെടാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് പൈതൃകം ഒരു വലിയ സ്വത്തായിട്ടൊന്നും തോന്നില്ല, ഒരു വലിയ വികാരമായിട്ടും തോന്നില്ല. അങ്ങനൊരു ഏതെങ്കിലും തരത്തിൽ ഇതിനോടൊരു മമത ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ പറയില്ല. കാരണം അങ്ങനെ പറയേണ്ട ഒരു സദസ്സല്ലായിരുന്നു.
അദ്ദേഹം ഒരു സെമിനാറിൽ പങ്കെടുക്കുകയായിരുന്നല്ലോ, അദ്ദേഹം ഒരു യുക്തിവാദികളുടെ മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നില്ലല്ലോ, അദ്ദേഹം ഒരു മതങ്ങൾ തമ്മിലുള്ള സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഏത് വേദിയിൽ കിട്ടിയാലും ഹിന്ദുവിന്റെ നെഞ്ചത്ത് കയറുക എന്നുള്ളത്? ഈ അസുഖത്തിന്റെ പേരെന്താ? ഇപ്പൊ ഷംസീറും അതേപോലെ തന്നെ മിത്താണ് എന്ന് പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഇതുപോലുള്ളൊരു യോഗത്തിലല്ല, വിദ്യാർത്ഥികളുടെ യോഗത്തിലായിരുന്നു. വിദ്യാർത്ഥികൾക്ക് സർക്കാർ കൊടുക്കുന്ന പ്രോത്സാഹനവും അല്ലെങ്കിൽ സഹായവും ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു വേദിയിൽ പല സ്കൂളുകളിലെ കുട്ടികളെ ഒരുമിച്ചിരുത്തിയ ഒരു വേദിയിൽ പോയിട്ടായിരുന്നു ഷംസീർ ഗണപതി മിത്താണെന്നും ആ സയന്റിഫിക് ടെമ്പർ ഹൈന്ദവ സമൂഹത്തിന് ഇല്ല എന്നൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ഇവർക്ക് ഈ കിട്ടിയ വേദി, അത് ചാക്കാലയാകാം, അത് കല്യാണമാകാം, അത് കൊലകുളിയോ തരണ്ട് കല്യാണമോ എന്തുമാകാം, അവിടെയെല്ലാം ചെന്നിട്ട് ഇതുപോലെ ഈ ഹിന്ദുവിന്റെ നെഞ്ഞത്ത് കയറിക്കൊള്ളാം എന്നൊരു ധാർഷ്ട്യം ഉണ്ടെങ്കിൽ അത് എന്നും ഹൈന്ദവ സമൂഹം സഹിച്ചു കൊള്ളണം എന്നില്ല. തലയും കൈയും സുരക്ഷിതമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഹിന്ദുവിനെ നേരെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തല പോകില്ല, കൈ പോകില്ല. അതല്ലായിരുന്നെങ്കിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇടപെടുമായിരുന്നില്ല. അപ്പൊ തലയും കൈയും പോവില്ല എന്ന് കരുതി ഏത് തരത്തിലുള്ള വങ്കത്വവും വിളിച്ചു പറഞ്ഞാൽ തലയും കൈയും പോകുന്നതിനേക്കാൾ വലുതാകും സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നത് എന്ന് ഉദയഭാനുവിനെ പോലുള്ളവർ ചിന്തിച്ചാൽ നന്നാകും. എന്നും ഹിന്ദു രാഷ്ട്രീയ അടിമയായി കടന്നുകൊള്ളാം എന്ന് ആർക്കും കപ്പം കെട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ വേണ്ട സമയത്ത് ഹൈന്ദവ സമൂഹം പ്രതിഷേധിച്ചിരിക്കും. അത് ഒരു പക്ഷേ CPM ഈ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ സമാധാനത്തിന് വേണമെങ്കിൽ ശ്രീലങ്കയിൽ വേഷം കെട്ടിയത് അതാണ് എന്നൊക്കെ പറഞ്ഞ് കനലൊരു തരി അവിടെയുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ചാരം പോലും അവശേഷിക്കാത്ത ഒരു അവസ്ഥ വരാൻ ഹിന്ദുവിന്റെ ഈ വികാരം തന്നെ കാരണമാകും. അപ്പൊ അതിലേക്ക് നയിക്കരുത് എന്നാണ് CPM-ന്റെ നേതാക്കളോട് പറയാൻ. യെസ് ടീച്ചറിലേക്ക് എത്തിയപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ പ്രൊഫസർ സ്റ്റാലിൻ സെബാസ്റ്റ്യൻ കൂടി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. പ്രൊഫസർ സ്റ്റാലിൻ സെബാസ്റ്റ്യൻ, ഈ KP ഉദയഭാനുവിൻ്റെ ഈ ഹൈന്ദവ വിശ്വാസത്തോടുള്ള അല്ലെങ്കിൽ വിശ്വാസ രീതിയോടുള്ള ആ ഒരു അവഹേളനത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? ഇതെല്ലാം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഫോറിൻ മതമാണ്, ഇന്ത്യയിലോട്ട് ഇൻവൈഡ് ചെയ്തിട്ടുള്ള ഒരു മതമാണ്. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് മതമാണ് അവരുടെ പരിപാടി. ഈ മൃഗത്തെ ആരാധിക്കുന്നു എന്നൊക്കെ പറയുന്നവൻ പാർട്ടി സെക്രട്ടറിയെ ആരാധിക്കുന്നവനാണ്. ഇപ്പൊ ഈ ഇരട്ടച്ചങ്കുണ്ട്, കാരണഭൂതമാണ്, മാൻഡ്രേക്കാണെന്നൊക്കെ പറഞ്ഞ് പാർട്ടി സെക്രട്ടറിയെ ആരാധിക്കുന്നവനാണ് വെറുതെ ഇരിക്കുന്ന ഹിന്ദുവിനെ മൃഗത്തെ ആരാധിക്കുന്നു എന്നൊക്കെ ഓരോ സങ്കല്പങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഇതേ യാർസ്റ്റിക്ക് ഇതേ രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മറ്റു മതങ്ങളെ വിമർശിക്കാൻ പറ്റുമോ? ഇല്ല. ഹിന്ദുക്കൾ സാധുക്കളായതുകൊണ്ടും നല്ലവരായതുകൊണ്ടും അവരെ ചുമ്മാ വിമർശിക്കുന്നു, അധിക്ഷേപിക്കുന്നു, കാര്യമില്ലാതെ അധിക്ഷേപിക്കുന്നു, അവരുടെ ഓരോ സങ്കല്പങ്ങളെയോ കാര്യങ്ങളെയോ വിശ്വാസങ്ങളെയോ അധിക്ഷേപിക്കുന്നു. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ചെകുത്താനാണ്. അതാണ് ശരിക്കും മൃഗീയവും മൃഗതുല്യവും ആയിട്ടുള്ളത് കമ്മ്യൂണിസമാണ്. അല്ലാതെ ഇവിടെയുള്ള മാന്യമായിട്ട് ജീവിക്കുന്ന ഹിന്ദുക്കളോ അവരുടെ വിശ്വാസങ്ങളോ അല്ല. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് മതത്തെ ആണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിരോധിക്കേണ്ടത്. അതുപോലെ തന്നെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയും അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം ഉണ്ടാക്കേണ്ടത്. ഈ ഉദയഭാനു എന്നൊക്കെ പറയുന്നത് വെറുതെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചപ്പോൾ തുപ്പൽ ബിരിയാണി കൂടുതൽ കഴിച്ചു കാണും, അതിന്റെ അഹങ്കാരത്തിന് പറഞ്ഞതായിരിക്കും. തുപ്പൽ ബിരിയാണി കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തുപ്പൽ ബിരിയാണി കൂടുതൽ കഴിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞതായിരിക്കും എന്നുള്ളതാണ്. എന്താണേലും പുള്ളിക്കേറെ നടപടി എടുക്കണം, കേസെടുക്കണം. കാരണം ഇതൊരു വലിയ അവഹേളനമാണ്. പക്ഷേ അവഹേളനം നടത്തിയിട്ടും ഇതുവരെയായിട്ടും പാർട്ടിയുടെ ഭാഗത്തിനും ഒരു പ്രതികരണം വന്നിട്ടില്ല, ഒരു തിരുത്തലും വന്നിട്ടില്ല. അതായത് ഹൈന്ദവരോട് ഇങ്ങനെ മതി, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളെ ഇത്തരത്തിൽ അധിക്ഷേപിക്കണം, അങ്ങനെ ബോധപൂർവമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനല്ലേ? അതെ, ഇതിനൊരു കൃത്യമായ അജണ്ടയുണ്ട്. കാരണം അവരെ അധിക്ഷേപിച്ചാലേ കുറെ ന്യൂനപക്ഷ വോട്ട് കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു ധാരണയുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അറിഞ്ഞ് ചെയ്ത പരിപാടിയാണ്. അല്ലാണ്ട് ഇവൻ അറിയാതെ പറഞ്ഞതോ അബദ്ധത്തിൽ പറഞ്ഞതോ ഒന്നുമല്ല. വെൽ പ്ലാൻഡ് ആയിട്ട് എഴുതി തയ്യാറാക്കിയ പ്രസംഗം കൃത്യമായിട്ട് അവൻ പറയുക ചെയ്ത്. അല്ലാണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈയിടെ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങളെല്ലാം അവർ പ്ലാൻഡ് ആയിട്ട് തയ്യാറാക്കുന്ന പരിപാടിയാണ്, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള നാടകങ്ങളാണ്. മറ്റുള്ളവരെ അധിക്ഷേപിച്ചുകൊണ്ട് ലൈം ലൈറ്റ് നിൽക്കുക, മറ്റു പ്രശ്നങ്ങൾ മാറ്റിമറിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ ആകെ ഒരു കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിയമ നടപടികൾ മുതിരാൻ ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വരണം. ഹിന്ദു സംഘടനകൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിയമ നടപടികൾ ഉണ്ടാകണം, പ്രതിഷേധം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇവർക്കെതിരെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതികരണവും വരണം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലതെറ്റിപ്പോയിരിക്കുകയാണ്. അവർക്ക് യാതൊരുവിധ മാന്യതയോ മര്യാദയോ ഇല്ല. അതുകൊണ്ട് നടപടി വരട്ടെ. ഇത് പരാതി കൊടുക്കുക, FIR ഇടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്, ഇയാൾക്കെതിരെ ചെയ്യേണ്ടത്. ഇതുപോലത്തെ ഫോറിൻ ഐഡിയോളജികൾ ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്നത് നിർത്തണം. ഈ കമ്മ്യൂണിസം ഒക്കെ എന്ന് പറയുന്നത് ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഫോറിൻ ഐഡിയോളജിയാണ്. അത് നിർത്തേണ്ട ആവശ്യമാണുള്ളത്. കേരളം കമ്മ്യൂണിസ്റ്റിൽ നിന്ന് മോചനം പ്രാപിക്കട്ടെ, അതാണ് പറയാനുള്ളത്. യെസ്, വളരെയധികം നന്ദി പ്രൊഫസർ സ്റ്റാലിൻ സെബാസ്റ്റ്യൻ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.
ടീച്ചർ അത് തന്നെയാണ് പ്രൊഫസർ സ്റ്റാലിൻ സെബാസ്റ്റ്യൻ അടക്കം പറഞ്ഞതുപോലെ ഇത്തരത്തിൽ കൃത്യമായ ആസൂത്രണമുണ്ട്, ഗൂഢാലോചനയുണ്ട്, തിരക്കഥയുണ്ട്. ഒരു അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷംസീർ ആണെങ്കിലും ഉദയഭാനു ആണെങ്കിലും മറ്റു പല പേരുകളാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ, ഇത്തരം സംഭവങ്ങളിൽ, ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത്. ഇതിനെ ചെറുക്കേണ്ടത് എങ്ങനെയാണ്? പൊതുസമൂഹത്തിൻ്റെ ഒരു കൂട്ടായ ജാഗ്രത, ഹൈന്ദവരുടെ ഒരു ഏകീകരണം, അത് അനിവാര്യമാകുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഈ ഒരു സംഭവങ്ങളൊക്കെയും വിളിച്ചൂതുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി അടക്കം മുന്നോട്ട് വരുന്നു. പക്ഷേ ഹൈന്ദവരൊന്നാകെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട, ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നില്ലേ? താങ്കൾ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ മറുപടി പറയേണ്ടത് അവിടുത്തെ പത്തനംതിട്ടയിലെ സഖാക്കളാണ്, ഹൈന്ദവ സഖാക്കളാണ്. പക്ഷേ എന്തുകൊണ്ട് അവർ മൗനം പാലിക്കുന്നു? ഈ മൗനമല്ലേ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്? തീർച്ചയായും ഈ മൗനം അപകടകരമാണ്. ആ മൗനത്തിന് കാരണം അവർ അടിമകളാണ്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സ്വന്തം മതവിശ്വാസങ്ങൾ വ്രണപ്പെടുമ്പോൾ, അത് ചവിട്ടി അരയ്ക്കുമ്പോൾ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. അവരവിടെ അടിമകളാണ്. മറ്റൊരു മതത്തിന്റെ ആയിരുന്നെങ്കിൽ അവരൊന്നും വെറുതെ ഒരു രാഷ്ട്രീയ ഭേദവും ഇല്ലാതെ അവർ ഒരുമിച്ച് പ്രതികരിക്കും. പക്ഷെ ഇവർക്കതിങ്ങനെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അടിമകളെ പോലെ കിടക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷെ ഒരുപാട് കാലം ആരും അടിമത്തം സഹിക്കില്ല. ഒരുപക്ഷെ വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ മറ്റൊന്നുമില്ലാത്ത ആഫ്രിക്കൻ ജനത പോലും ഒരുപാട് കാലമൊന്നും അടിമത്തം സഹിച്ചില്ലല്ലോ. അടിമത്തത്തിനെതിരെ ഉണർന്നു വന്നില്ലേ? അപ്പൊ സ്വാഭാവികമായി ഒരുപാട് കാലം അടിമത്തം നടക്കില്ല. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അതാത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇതൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ പൊട്ടിത്തെറിയിലായിരിക്കും ഒരുപക്ഷെ CPM ഒക്കെ ഇല്ലാതിരിക്കുന്നത്. കാരണം എന്തുമാത്രം അപമാനകരമായ വസ്തുതയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വരുത്തുന്നത്. അത് എന്തെങ്കിലും ഒരു കാര്യമുള്ള കാര്യത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ നമുക്കൊക്കെ പിന്നെ പറഞ്ഞു പൊക്കോട്ടെ എന്ന് വെക്കാം. ഇങ്ങനെ അപമാനിക്കുമ്പോൾ തീർച്ചയായും അതിന് പ്രതിഷേധമുണ്ട്. ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധിക്കും എന്ന ഉറപ്പ് നിയമപരമായ നടപടികളിലേക്ക് നീങ്ങും. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈന്ദവ സമൂഹം പ്രതികരിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ, ചൈനയിൽ പാമ്പിനെ കഴിക്കുന്നു, ഇവിടെ പൂജിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ മനുഷ്യൻ കളയുന്ന ചില സാധനങ്ങൾ ശുനകന്മാര് ഭക്ഷിക്കാറുണ്ട് എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഭക്ഷിക്കൂ? മനുഷ്യൻ കളയണതാണ് ശുനകന് വളരെ ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ഭക്ഷിക്കൂ? ഇദ്ദേഹത്തെ 4 കാലിൽ കൊണ്ടുപോയി കെട്ടി നിർത്തി അത് ഭക്ഷിപ്പിക്കാൻ സാധിക്കൂ? ഇത്തരത്തിലുള്ള താരതമ്യങ്ങളാണോ നടത്തേണ്ടത്? ഇദ്ദേഹത്തിന് ചൈനയാണ് ഇഷ്ടമെങ്കിൽ ചൈനയിൽ പെയ്ത മഴയ്ക്ക് ഇവിടെ കൊട പിടിക്കുന്ന സമ്പ്രദായം കൂടെ നിർത്തിയതായിരുന്നു. അതാണ് നല്ലതെങ്കിൽ അവിടെ പോയി പൗരത്വം എടുക്കും, പാമ്പിനെ തിന്നാലോ, പാമ്പിനെ പുഴുവിനെയോ അവിടെയും ചൈന പ്രണയം തന്നെയാണ് CPM തുറന്നു പറയുന്നത്. അതെ, ആ പ്രണയം ആയിക്കോട്ടെ, പ്രണയം വേണേ പോവാലോ. ആരും ഇവിടെ തടഞ്ഞു വെച്ചിട്ടില്ല. ഭാരതത്തിൽ നിന്നുകൊണ്ട് ചൈനയെ പ്രേമിച്ചുകൊണ്ട് നിൽക്കണ്ട. അപ്പൊ ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു ഇത് കണ്ടു, പാകിസ്ഥാൻ എന്ന പേര് പോലും ഭാരതത്തിലൊരു സ്ഥലത്തിന് പറയരുത് എന്നൊരു ഇതൊക്കെ സുപ്രീം കോടതിയുടേതായി കണ്ടു, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റേതായിട്ട്. അപ്പോൾ അത്രമാത്രം നമ്മളൊരു പേര് പോലും ഒരു സ്ഥലത്തിന് വരരുത് എന്നുള്ള ഒരു പരമോന്നത നീതിപീഠത്തിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ പ്രണയിച്ചുകൊണ്ട് ഇവിടെ ജയിക്കുമ്പോൾ, അത് പാകിസ്ഥാനെ ആണെങ്കിലും ചൈനയെ ആണെങ്കിലും അവിടെ പ്രണയിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നവരുടെ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുകൂടി കോടതി വെളിപ്പെടുത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് തുല്യ പൗരത്വം അംഗീകരിക്കാമോ? ഈ രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ മറ്റൊരിടത്തായി നിൽക്കുന്നവർക്ക് ഈ രാഷ്ട്രത്തിന്റെ തുല്യ പൗരത്വം അംഗീകരിക്കാമോ എന്നതിലേക്ക് കൂടി സുപ്രീം കോടതിയുടെയൊക്കെ ശ്രദ്ധ പോകേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ചൈനയിൽ ആരാധിക്കുന്നത് നോക്കിയിട്ടല്ലല്ലോ ഹിന്ദു വിശ്വാസം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് വേറൊന്നാകും, അതനുസരിച്ച് ഇവിടുത്തെ വിശ്വാസങ്ങളൊക്കെ മാറ്റി കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? മാറ്റി കൊടുക്കണമെന്നാണോ അദ്ദേഹം ചിന്തിക്കുന്നത്? മറ്റു മതവിശ്വാസങ്ങളെ ഇങ്ങനെ ഓരോ രാജ്യത്ത് ഇന്ന പോലെയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം താരതമ്യപ്പെടുത്താറുണ്ട്. അപ്പൊ തീർച്ചയായും വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് പാർട്ടി അദ്ദേഹത്തെ ശാസിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ മാറ്റി നിർത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും നിയമ നടപടികൾ അദ്ദേഹം നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. നിയമപരമായി എങ്കിലും ഇതിന് ഉത്തരം പറയിപ്പിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനുണ്ട്. ഇങ്ങനെ നാക്ക് വായിൽ നിന്ന് എടുത്താൽ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ടെ എന്നുള്ള രീതി അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഹിന്ദുവിന്റെ ഇപ്പൊ അദ്ദേഹം പാമ്പിനെ പൂജിച്ചാലും കുരങ്ങനെ പൂജിച്ചാലും പന്നിയെ പൂജിച്ചാലും ദശാവതാരങ്ങളിൽ വിശ്വസിച്ചാലും അത് ഉദയഭാനു എന്ന വ്യക്തി ഏത് തരത്തിലാണ് സ്വാധീനിക്കുന്നത്? അദ്ദേഹത്തിന്റെ കടപ്പാടത്തിനെയോ അദ്ദേഹത്തിന്റെ മനുഷ്യന്റെ ബേസിക് നീഡ്സോ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അത്തരം ഏതെങ്കിലും ഒരു ബേസിക് നീഡ്സിലേക്ക് ഇത് ശല്യമായി വരുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പൊതുവായ ജീവിതത്തിന് ഇത് ശല്യമായി വരുന്നുണ്ടോ? അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്? ഇല്ലല്ലോ. പിന്നെ എന്താവശ്യത്തിനാണ് എങ്ങനെ അദ്ദേഹം ജസ്റ്റിഫൈ ചെയ്യും തന്റെ പ്രസ്താവനയെ? ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഇത് പറഞ്ഞത്, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെയോ കുടുംബ ജീവിതത്തെയോ രാഷ്ട്രീയ ജീവിതത്തെയോ ഒന്നും ഒരു തരത്തിലും ബാധിക്കാത്തൊരു വിശ്വാസവുമായി ഹിന്ദു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഇതിനെ എങ്ങനെ കാണും? ഇനി ഒന്നുകൂടി പറയണം, CPM അടക്കമുള്ളവർ അവര് ദേവസ്വം ബോർഡിന്റെ ഭാഗമാണ്. ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം മെമ്പർമാരും ഒക്കെ ഇവരുടെയൊക്കെ ആളുകളാണ്. അപ്പൊ ഇതടക്കമുള്ള ആളുകളെ വെച്ചുകൊണ്ടല്ലേ ഇവര് ഈ ക്ഷേത്രങ്ങളൊക്കെ ഭരിക്കുന്നത്? ഈ തിന്നേണ്ട പാമ്പിനെ പൂജിക്കുന്നവരും കുരങ്ങനെ പൂജിക്കുന്നവരും ഒക്കെ അപ്പൊ ഇവരാണോ ദേവസ്വം ബോർഡ് ഭരിക്കേണ്ടത്?
ഇദ്ദേഹം ഇപ്പൊ MLA ആയിരുന്നു, നാളെ ആവുമെന്ന് നമുക്ക് പറയാൻ വയ്യ. കാരണം ഇതൊക്കെ പറയുകൊണ്ട് ഒരു പക്ഷെ നാളെ കയറ്റി നിർത്തി അയക്കളയാമെന്ന് അദ്ദേഹത്തോട് ധാരണ ഉണ്ടാവും. ചിലപ്പോൾ എന്നെ ആരും പരിഗണിക്കുന്നില്ല, MLA സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മന്ത്രി സ്ഥാനത്തേക്കോ പരിഗണിക്കുന്നില്ല എങ്കിൽ ഞാനങ്ങ് കയറി ആളായിക്കളയാം എന്നുള്ള നിലയ്ക്ക് ചാടിക്കയറി പറഞ്ഞാണെങ്കിൽ നാളെ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ദേവസ്വം മന്ത്രിയിലേക്ക് കൊണ്ടുവരും. ഇദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കും. അതുതന്നെയാണ് ഒരുപക്ഷെ വിവാദങ്ങളിലൂടെ വീരനാകാം എന്നുള്ള ഒരു തോന്നിച്ചായിരിക്കാം ഇത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് എത്തിച്ചത് അല്ലേ? ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്നു സഖാക്കളെ എന്ന ചോദ്യമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. KP ശശികല ടീച്ചറാണ് നമ്മുടെ ഇപ്പോൾ തുടരുന്നത്. ടീച്ചർ, അല്പസമയം മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഒരു അജണ്ട നടപ്പാക്കുന്ന രീതി, ഈ അജണ്ട നടപ്പാക്കുന്നതിന് പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൃത്യമായി ഉണ്ട് അല്ലേ? എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നില്ല? അവർ വോട്ട് ബാങ്കാണ്, അവർക്കെതിരെ എന്തുകൊണ്ട് ഇത്തരത്തിൽ പരാമർശങ്ങൾ നടക്കുന്നില്ല? പരാമർശങ്ങൾ നടത്തിയാലുള്ള ഗതി എന്താകുമെന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഒപ്പം ഇത്തരത്തിൽ അവഹേളനങ്ങൾ തുടരുമ്പോൾ ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ട് എന്നതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടത് നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിന് മേൽ ലഭ്യമാകുന്ന ഒരു വലിയ സ്വീകാര്യതയുണ്ടല്ലോ. ഓരോ ദിവസവും ഇത് മതസ്ഥർ പോലും ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. ആ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് ലഭ്യമാകുന്ന ഈ ഒരു സ്വീകാര്യതയും ഇവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? തീർച്ചയായും വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഹിന്ദുത്വത്തിന്റെ സാർവലൗകിക അംഗീകാരവും സ്വീകാര്യതയും അത് ഇല്ലാതാക്കാൻ ആരിൽ നിന്നൊക്കെയോ അച്ചാരം പറ്റിക്കൊണ്ട് ഇവരെ നാമൊക്കെ പലപ്പോഴും വിലക്ക് കൊടുത്തിട്ടായിരിക്കാം സംസാരിക്കുന്നത്. നമുക്കത് പ്രതീക്ഷിക്കണം. പലർക്കും വേണ്ടിയായിരിക്കാം ഇവരൊക്കെ സംസാരിക്കുന്നത്. കാരണം ഒരു ഹിന്ദു നാമധാരി പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ, കാരണം ആ അടിക്ക് കുറച്ചുകൂടെ ഗൗരവം കൂടുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ നാവുകൾ വിലക്കെടുക്കാൻ പറ്റുന്ന സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പലപ്പോഴും. കാരണം അത് നാവും പേരെയൊക്കെ വിലക്കെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഹിന്ദു ധർമ്മത്തിന്റെ ഈ സാർവലൗകിക അംഗീകാരത്തെ അല്ലെങ്കിൽ സാർവലൗകികമായ ജനസമ്മതിയെ അതിനെതിരെ ഹിന്ദുക്കളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതി ഉണ്ടായിരിക്കാം, അതില്ല എന്ന് പറയുന്നില്ല. അതോടൊപ്പം തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്, ഒപ്പം ഭയവും ഉണ്ട്. കാരണം വോട്ട് മാത്രമല്ല, ന്യൂനപക്ഷങ്ങളെ മറ്റേതെങ്കിലും മതവിഭാഗത്തെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഈ സമയത്തിനകം ഒരു പക്ഷെ അദ്ദേഹം അതിന്റെ രുചി എന്താണെന്ന് അറിഞ്ഞിരിക്കും. എത്രമാത്രം ഭയാനകമായിരിക്കും സ്ഥിതി എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു സയന്റിഫിക് ടെമ്പറും അങ്ങോട്ട് ചെല്ലില്ല. ഒരു വിശ്വാസത്തെ ഏഴകീരി പരിശോധിക്കുകയില്ല. വിശ്വാസം വേറൊരാളാണ് ഇഴകീരി പരിശോധിക്കുന്നത്. അത് വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെ ഇഴകീരി പരിശോധിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ വിശ്വാസമാണ് വലുത്. അപ്പൊ അത് മറ്റൊരാൾ ഇഴകീരി പരിശോധിക്കുകയോ പോസ്റ്റ്മോർട്ടം ചെയ്യുകയോ ചെയ്യേണ്ടുന്ന ഒരു കാര്യമില്ല. ഇദ്ദേഹം വിശ്വാസി അല്ലെങ്കിൽ ഈ വിശ്വാസത്തെ വെറുതെ വിടുക എന്നതാണ് ചെയ്യേണ്ടത്. അപ്പൊ കൃത്യമായ CPMന്റെ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ വളരെ ഒരുപക്ഷെ ഇത്രയും നികൃഷ്ടമായി മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്ന വിധത്തിൽ അത്രയും നികൃഷ്ടമായാണ് അദ്ദേഹം സംസാരിച്ചത്. ഇത് ഒറ്റപ്പെട്ട ശബ്ദമല്ല. നമ്മള് ഏറെ ആയിട്ടില്ല, തൃശ്ശൂരിൽ നിന്ന് MLA ആയ വ്യക്തി അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും രാമായണത്തെയൊക്കെ വളരെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ട് നമ്മൾ മറന്നിട്ടില്ല. അപ്പൊ ഇത് ഒരു വ്യാപകമായ ഒരു അജണ്ടയുടെ ഭാഗം, CPMന്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. കാരണം CPMൽ വിശ്വാസം പെരുകുന്നു എന്ന് അവർക്ക് മനസ്സിലാകണം. വിശ്വാസത്തിനെതിരെയായിരുന്നു CPM ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. അത്തരത്തിലാണ് സംഘടിപ്പിച്ചിരുന്നത്. ഒരു ഗണപതി ഹോമം പോലും വേണ്ട എന്ന് പാലക്കാട് പാർട്ടി പ്രീണത്തിൽ തീരുമാനിച്ചു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നേരത്തെ നമ്മുടെ കോഴിക്കോട് ഗണപതി ഹോമത്തിന് ചവിട്ടി തെറിപ്പിച്ചു. ഇതൊക്കെ ഒരുപിടി ആളുകളെ കൊണ്ട് ചെയ്യുമ്പോഴും CPMൽ വിശ്വാസികളുടെ എണ്ണം കൂടുകയാണ്. ഒരുപക്ഷെ വളരെ കൂടിയ വിശ്വാസം അത് അന്ധവിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കും ഒക്കെ കടന്നു പോകത്തക്ക വിധത്തിലുണ്ട് എന്ന് നമ്മൾ പത്തനംതിട്ട മറ്റേ നരബലിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ കൂടുതൽ വിശ്വാസി സമൂഹങ്ങൾ വരുമ്പോൾ ആ വിശ്വാസികളെ ഇതിൽ നിന്ന് അകറ്റുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരിക്കാം ഈ അപമാനിക്കുന്നതിന്റെ പുറകിൽ. ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അംഗീകാരവും സർവ്വജന സംവിധിയും ഒക്കെ കൂടി വരികയുള്ളൂ. കാരണം അത് ആ ധർമ്മത്തിന്റെ പ്രത്യേകതയാണ്. അത് തികച്ചും യുക്തിഭദ്രമാണ്, തികച്ചും സ്വാതന്ത്ര്യ ചിന്ത അനുവദിച്ചു കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആരെയും നമ്മൾ വിളിച്ചുകൊണ്ട് വരാറില്ല. നമ്മൾ എവിടെയും മറ്റേ ഈ അങ്ങാടിയിലെ കച്ചവടക്കാരനെ പോലെ മറ്റേ ജഗതി ജല സിനിമയിലൊക്കെ പറഞ്ഞ പോലെ ഹിമാലയ മലനിരകൾ ഇറങ്ങി വന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ലാട കച്ചവടക്കാരനെ പോലെ നമ്മളാരും പറയാറില്ല. ഇത് എന്താണ് എന്നറിഞ്ഞ് ഒരു മണമുള്ള പൂവിനെ തേടി സ്വാഭാവികമായി വണ്ടികൾ അങ്ങോട്ട് ചെല്ലുന്നത് പോലെ അല്ലെങ്കിൽ സൗന്ദര്യ ആസ്വാദകർ അങ്ങോട്ട് ചെല്ലുന്നത് പോലെ ഹിന്ദു ധർമ്മത്തെ തേടി ഇങ്ങോട്ട് വരുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ എവിടെയും ഇതിനെപ്പറ്റി കൊട്ടിഘോഷിക്കാറോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് പ്രചാരകന്മാരെ അയക്കാറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും നടത്താത്തത്. അപ്പൊ സ്വാഭാവികമായി നല്ലതിനെ തേടി ജനങ്ങൾ ഇങ്ങോട്ട് വരും. അത് CPM എന്തൊക്കെ വൈകുന്തം പറഞ്ഞാലും ആരുടെ
മറ്റേ എന്താന്ന് പറയണ്ടേ അല്ലെങ്കിൽ ആരുടെ കോടാലിയായിട്ട് പ്രവർത്തിച്ചാലും CPM ഒന്നും വിചാരിച്ചാൽ ഇവിടുത്തെ ഹിന്ദു ധർമ്മത്തെ ഒന്നും ചെയ്യാൻ അത് തന്നെയാണ് യാഥാർത്ഥ്യം. താങ്കൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ആ സ്വീകാര്യതയിലുണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥത അത് തന്നെയാണ് പ്രകോപനപരമായി ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലേക്ക് നയിക്കുന്നത്. ഏതായാലും ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്നു സഖാക്കളെ എന്ന ചോദ്യമാണ് ഇന്ന് നമ്മൾ പരിശോധിച്ചത്. വളരെയധികം നന്ദി ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതാവ് ശ്രീമതി KP ശശികല ടീച്ചർ, ഒപ്പം ശ്രീ RV ബാബു, BJP നേതാവ് ശ്രീ PC ജോർജ്, സാമൂഹ്യ നിരീക്ഷകനായ പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ. സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.